രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ജുഹ വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവരോട് പറയണം, ഇടതുപക്ഷം അതായത് ഈ LDF സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശവുമില്ല. നമസ്കാരം. 10 വർഷത്തെ ഭരണം ഏകദേശം അവസാനിക്കാറായി. ഭരണം എങ്ങനെയെന്ന് വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ച് ദുർഭരണം, എന്നാൽ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റോഡുകളും പാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊരു നല്ലൊരു ഭരണമാണ്. പക്ഷേ അത് സാധാരണ ഏത് സർക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു പോകും. കാരണം അതിൽ നിന്നാണ് 10 ചിക്കിലി തടയുന്നത്. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ അതിൽ നിന്ന് പണം തടയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നടക്കും. നമുക്കറിയാലോ, പഞ്ചായത്തിലെ പല പദ്ധതികളും കൊണ്ടുവരുന്ന ചില റോഡുകൾ, പാലങ്ങൾ ഇതൊന്നും കൊണ്ടുവരുന്നത് അവിടുത്തെ മെമ്പർമാരും ആരും അയക്കില്ല. ഇവിടെ ഒരു പാലത്തിന്റെ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ റോഡിന്റെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല കോൺട്രാക്ടർമാരായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ അതിന്റെ പിന്നാലെ പോയി അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തി അത് നടത്തലാണ് പതിവ്. അതിന്റെ പങ്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഇത് പരസ്യമായ രഹസ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര പച്ചയ്ക്ക് പറഞ്ഞത്. അത് സംസ്ഥാന തലത്തിലാവുമ്പോൾ കുറച്ച് കാര്യമായിട്ട് കിട്ടും. നമുക്കറിയാമല്ലോ, വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്നത് 1 കോടി രൂപ കൊടുത്ത് അങ്ങ് ഒഴിവാക്കേണ്ട ഒരു കേസ്. കാരണം അവരെന്തോ ചെയ്തോട്ടെ എന്ന് കരുതിയാൽ മതിയാണ്. കാരണം 1 കോടി രൂപ കൊടുത്താൽ അവർ സ്ഥലം വാങ്ങും, അതിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു വീട് വെക്കും, എന്നാലും ബാക്കി പണം ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ ബാങ്കിലെ മറ്റ് കടങ്ങളൊക്കെ അവർ തീർക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു തൊഴിലോ മറ്റോ കാര്യങ്ങളോ തുടങ്ങി അവർ പിന്നീട് സുഖമായി വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചങ്ങോട്ട് പോകും. അത് അവരുടെ അവകാശമായിരുന്നു. കാരണം അവർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ, മലയാളികൾ ഉണ്ടാക്കി കൊടുത്ത പൈസയാണ്. പക്ഷെ അതിൽ നിന്നും വെട്ടിമുഴുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പദ്ധതി ഉണ്ടാക്കി, ഒരു ടൗൺഷിപ്പിന്റെ പദ്ധതി ഉണ്ടാക്കി ആ സ്ഥലം എടുത്തു. ടൗൺഷിപ്പിനുള്ള സ്ഥലമൊക്കെ നല്ല സ്ഥലമാണ്. വീടുകൾ എടുക്കുന്ന ആ വീടുകളും നല്ല ഉറപ്പും കുറ്റിയുറപ്പുള്ള നല്ല വീടുകൾ തന്നെയാണ്. അതിലൊന്നും സംശയമൊന്നുമില്ല. കാരണം കൽപ്പറ്റ ടൗണിന്റെ പരിസരത്ത് അത്തരത്തിലുള്ള ഒരു പ്ലോട്ട് എടുത്തിട്ട് അതിനകത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. സാധാരണ ആരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുമല്ല അത്. അതുകൊണ്ട് അത് നല്ലത് തന്നെ, നല്ലതിന് നല്ലതെന്ന് പറയണമല്ലോ. പിന്നെ അതിലുണ്ടാക്കുന്ന വീട്, ആ വീട് എന്ന് പറഞ്ഞാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചണ്ടിത്തരമായി പോയി എന്നാണ് പറയാനുള്ളത്. എന്നുവെച്ചാൽ വീട് മോശമെന്നല്ല, നല്ല കുറ്റിയുറപ്പിൽ, ഇനി ആകാശം ഇടിഞ്ഞ് വീണാലും ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല ഉറപ്പിൽ തന്നെയാണ് വീടുകൾ പണിയെടുക്കുന്നത്. പക്ഷെ മറ്റേ മണ്ടത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പേരും 8 പേരും ഉള്ള കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരു സ്ട്രക്ചറിങ് വീടുണ്ടാക്കണം. ഭയങ്കര സ്ട്രക്ചർ, വലിയ പാലം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉറപ്പിൽ പില്ലറും മറ്റും കാര്യങ്ങളും എല്ലാം നാട്ടി വീടുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു നില കൂടി ഒന്ന് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പാകത്തിനല്ല നിർമ്മിച്ചത്. ഫലത്തിൽ അതിൽ താമസിക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിലല്ല ആ വീടുണ്ടാക്കിയത് എന്നൊരു പ്രശ്നമുണ്ട്. അതിന് നിർമ്മാണമൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഒരാളെങ്കിൽ മര്യാദയ്ക്ക് തന്നെയാണ് ആ വീട് പണിയെടുക്കുന്നത്. കണ്ടിടത്തോളം അത് യാതൊരു പ്രശ്നവുമില്ല. എന്നിരുന്നാലും ആ സ്ഥലത്തിനും ആ പറയുന്ന വീടിനും കൂടി എത്ര രൂപ ചെലവായി എന്ന് നിങ്ങൾ എന്നെ കാണുന്ന പ്രേക്ഷകർ തന്നെ തീരുമാനിക്കും. ബാക്കി പണം എങ്ങോട്ടാണ് പോയത്? അവിടെയും മുണുങ്ങാൻ പോയി. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വെട്ടി വിഴുങ്ങലുണ്ടാവും. അത് ചില വായിൽ പോകും. ചിലവായി പോയി എന്ന് പറയും അല്ലെ? അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ ഇവിടെ നടക്കും. എന്നാൽ അത് അനുഭവിക്കുന്ന ജനം, അവർക്ക് ആവശ്യമുള്ളത് ഇവിടുത്തെ വിലക്കയറ്റം കുറയ്ക്കുക, അതുപോലെ അവരുടെ ജീവിത പശ്ചാത്തലം കൂട്ടുക, നല്ല നിലയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൂട്ടുക, സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കുക, തൊഴിൽ ഉണ്ടാകുക, അത്തരത്തിൽ ഇത്യാദി കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സർക്കാർ 100ക്ക് 200% പരാജയമാണ്. ജപ്തിയുടെ എണ്ണം കൂടി, കടക്കെണികളുടെ എണ്ണം കൂടി, ആത്മഹത്യകൾ കൂടി, കർഷക ആത്മഹത്യകൾ കൂടി, പെൻഷൻ കിട്ടാത്ത അവസ്ഥയുണ്ടായി, അതേപോലെ നെല്ല് കാർഷിക മേഖലയിലെ വില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ സമസ്ത മേഖലകളിലും പരാജയമാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതായത് ഒരാൾക്കും ഒരു വീട്ടിലും ചെന്ന് CPM എന്നോ ഈ ഇടതുപക്ഷ സർക്കാരിനോ LDF സർക്കാരിനോ പിണറായി എന്നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മുടെ യഥാർത്ഥ സഖാക്കൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സഖാക്കൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. പ്രാദേശികമായിട്ട് നിങ്ങൾ സഖാക്കളോട് ചോദിച്ചാൽ മതി, ഈ ചങ്ങായി ഇറങ്ങി പോയി കിട്ടിയാൽ മതി, എന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇതൊരു വല്ലാത്തൊരു ഊര കൊടുക്കായിപ്പോയി എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പാർട്ടി ഒരു പുതിയൊരു തീരുമാനമെടുത്തത്. തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ BJP ഒരു ഗൃഹ സന്ദർശനം മറ്റു കാര്യങ്ങളും എടുത്ത് കണ്ടു.
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കെടുത്തുകൂടാ എന്നൊരു തീരുമാനം അവരെടുത്തു. പണ്ട് അങ്ങനെയാണ്. പണ്ട് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനസമ്പർക്ക യാത്ര നടത്തിയപ്പോൾ അതിന്റെ ഫലം അറിഞ്ഞത് ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ അത്രയധികം ജനങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ച സമയത്ത്, അദ്ദേഹത്തിന്റെ ശരീരത്തെ അനുഗമിച്ച സമയത്ത്, എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള ടൂറിന് ഇറങ്ങിയത് നമുക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നെ വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടായി എന്ന് പറയുന്നത് പോലെ ആകെ പുകിലായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. ജനങ്ങളിൽ നിന്ന് അകന്ന് ജനങ്ങളെ രക്ഷാപ്രവർത്തനം നടത്തി അത് ഒരു വഴിക്കായി. അതിലും കുറെ എന്താ പറയാ, അതിൽ പൗരപ്രമുഖരെ അങ്ങനെ ആരെയൊക്കെയാണ് കണ്ടത്. അങ്ങനെ കുറച്ച് കോടികൾ അവിടെയും കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും വെറും ബിരിയാണിയും ചെമ്മീൻ പൊരിച്ചത് മാത്രമായിരിക്കില്ലല്ലോ കൊടുത്തത്, മറ്റു പലതൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ അങ്ങനെയും കുറച്ച് കിട്ടി. ഏതായാലും അവർ കാശുണ്ടാക്കി. പക്ഷെ ജനം പെരുവഴിയിൽ കിടക്കുകയാണ് ഇപ്പോഴും, ഈ 10 വർഷത്തിന് ഇപ്പോഴും. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ മുസ്ലിം വിഭാഗത്തെ അടുപ്പിക്കാൻ വേണ്ടി BJP നേതൃത്വം മൈനോറിറ്റി മോർച്ച ഉപയോഗിച്ചുകൊണ്ട് ഇനി ആ പരിപാടിയൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ നാട് വികസിക്കണം, അത് വികസിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ജാതി വർണ്ണ പറച്ചിലും വർഗീയ ഭാഷകളും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവരിറങ്ങി വീടുകളിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. അത് കണ്ടപ്പോ നമ്മുടെ സഖാക്കൾക്ക് ഒരു ഐഡിയ, പിണറായി സഖാവിന്റെ ഒരു ഐഡിയ, എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ, നമ്മുടെ പാർട്ടിയിലെ പ്രാദേശിക സഖാക്കളെ നമ്മളൊന്ന് ഇറക്കി വിട്ടാലോ, അങ്ങോട്ട് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് ഉപകാരമാവില്ല എന്നൊരു തോന്നല്. അങ്ങനെ വീടുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതായത് വീടുകളിൽ ചെല്ലുമ്പോൾ, വീടുകളിൽ വരുന്നത് പ്രാദേശിക നേതാക്കളാണ് കേട്ടോ, പ്രാദേശികമായിട്ട് വീടുകൾക്ക് അറിയുന്ന ആൾക്കാർ, അതുകൊണ്ട് തല്ലൂന്ന് പേടിക്കണ്ടല്ലോ. ഇപ്പോ എത്ര തന്നെ ഈ പിണറായി സർക്കാർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും പ്രാദേശികമായിട്ടുള്ള നമ്മുടെ മെമ്പർമാരും ഇനി അതല്ല പിന്നെ യൂണിറ്റ് കമ്മിറ്റി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബന്ധമായിട്ടുള്ളവർ തന്നെ ആയിരിക്കും, നമ്മുടെ കൂട്ടത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആയിരിക്കും. അവർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്തായാലും ഇറങ്ങി പോടാന്ന് നമ്മൾ പറയില്ലല്ലോ, അല്ലെ? ആ ഒരു ഉറപ്പുമേൽ നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ നേരെ അകത്തേക്ക് കയറണം, അവിടെ കയറി ഇരിക്കണം, അവരുമായി ഇടിച്ചു കയറി സംസാരിക്കണം എന്നാണ് ഒരു നിർദ്ദേശം കൊടുത്തത് എന്നാണ് പറയുന്നത്. അല്ലെ പുറത്തിങ്ങനെ ചെന്നിട്ട് അടികിട്ടുവോ എന്ന് കരുതിയിട്ട് ശങ്കിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ ഇടിച്ച് അങ്ങ് കയറണം. ഇടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ പറയേണ്ടത് സർക്കാരിന്റെ ഇനിയിപ്പോ വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത ഈ 1-2 മാസം കഴിയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വരുന്ന പിണറായി സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ, ആ സർക്കാർ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന, നടപ്പിലാക്കാൻ പോകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൽ പെൻഷന്റെ കാര്യം നിങ്ങൾ പറയണം, നിങ്ങളുടെ കടക്കണികൾ തീരുന്ന കാര്യങ്ങൾ പറയണം, കർഷകർക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പറയണം, തൊഴിലുകളെ കുറിച്ച് പറയണം. അങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവൻ പറയണം. കഴിഞ്ഞ ദിവസം നമ്മുടെ സഖാവ് പാർട്ടി സെക്രട്ടറി ഒരു ഉദാഹരണം പറഞ്ഞ് നമ്മളെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇനി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിൻ ഇനി 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ കേരളയിലൊക്കെ വന്നതിന് പോലെ ഇനി വരാൻ പോകുന്ന ട്രെയിൻ നിലത്തൂടിയല്ല, അത് പറന്നാണ് പോകുന്നത്. സ്റ്റോപ്പുകളിൽ മാത്രം താഴെ ഇറങ്ങി ആളെ ഇറക്കും, അത് കഴിഞ്ഞാൽ പറന്ന് പൊന്തിക്കിട്ട് ആകാശത്തൂടെ അങ്ങനെ പോകുന്ന ട്രെയിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നടക്കൂല എന്നുള്ളത് വേറെ വിഷയമാണ്, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ ഇവിടെയും വീടുകളിൽ അത്തരത്തിൽ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം, വളരെ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കണം. പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം സംസാരിച്ചു തുടങ്ങണം. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അത്യന്തം ക്ഷമാലുവായി നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ക്ഷമ ആർക്കെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ, ചിലർ എങ്ങനെയാ പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചാടിക്കയറി പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള, അതായത് ഈ സൈബർ സഖാക്കളൊക്കെ അങ്ങനെയാ, കമ്പനിയിൽ നോക്കിയിട്ട് കമന്റ് എഴുതുന്നത്. ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യത്തെ 1-2 കമന്റ് അങ്ങനെ ചിലരാണ് എഴുതുന്നത്. അതെല്ലാവർക്കും അറിയാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫൈലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും എടാ പോടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് ഇങ്ങനെ എഴുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവരെ ഒന്നും കൂടെ കൂട്ടരുത്. അങ്ങനെയുള്ളവർ ഈ ഗൃഹസന്ദർശനത്തിന് പോകുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് പണിയാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തി ക്ഷമയുള്ള ആൾക്കാരെ കൊണ്ടുപോകണം. വായിൽ കോലിട്ട് കുത്തി കഴിഞ്ഞാലും ഒരക്ഷരം മിണ്ടരുത്. ഇനി ക്ഷമയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഇനി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട്, അതായത് പുതിയ സർക്കാർ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് അവരെ നമുക്ക് ആവശ്യം വരും. അപ്പോഴും നമുക്ക് പോലീസ് ഒറ്റയ്ക്ക് പണിയെടുത്തേ പറ്റില്ലല്ലോ. അപ്പൊ രക്ഷാപ്രവർത്തനത്തിന് കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അവർ ഉപയോഗിക്കാം. പക്ഷെ അവരെ ഗൃഹസന്ദർശനത്തിന് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് മറുപടി വേണമെന്നില്ല. അവർക്ക് അവരുടെ ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇറക്കി വെച്ചിട്ട്
മിണ്ടാതിരുന്നോളും. ഇനി ഒരു പക്ഷെ ശബരിമലയെ കുറിച്ച് അവർ ചോദിച്ചെന്ന് വരും. കാരണം ഈ കേരളത്തിലെ ജനങ്ങളുടെ, അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണല്ലോ, അതുകൊണ്ട് കേരളത്തിലെ നമുക്ക് എടുക്കാം. കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസ കേന്ദ്രമാണ് ശബരിമല. അവിടെ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെ കൊണ്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ആ ക്യാപ്സ്യൂള് നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള ക്യാപ്സ്യൂളിൽ ഒരെണ്ണം ആദ്യം ഇറക്കി വെക്കണം. പോറ്റിയാണ് ആദ്യം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പോറ്റിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ശരിക്കും അത് കോൺഗ്രസ് ആണ് അത് ആദ്യം ചെയ്തത്. സോണിയാഗാന്ധിയുമായിട്ട് നിന്നിട്ടുള്ള ചിത്രം നിങ്ങൾ മൊബൈലിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. അതുപോലെ കോൺഗ്രസ് നേതാക്കളുമായി ആരെങ്കിലുമൊക്കെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് നമ്മളല്ല, ഇത് അവരാണത് കൈകാര്യം ചെയ്തത്, അത് ചെയ്തിട്ട് നമ്മുടെ പെരടിക്ക് ഇട്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പത്മകുമാറിനെ കുറിച്ച് ചോദിക്കും. അങ്ങനെ പത്മകുമാറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള, നേരെ ചൊവ്വേ ശബരിമല കൊണ്ടുപോകുമെന്ന് കരുതിയിരുന്ന ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ്, സത്യസന്ധനായ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരാളെ അവിടെ ഏൽപ്പിച്ചത്. പക്ഷെ എന്തൊക്കെയോ ചിലത് കേൾക്കുന്നുണ്ട്. ഏതായാലും കേസ് മുന്നോട്ട് പോവുകയാണല്ലോ. മുന്നോട്ട് പോയിട്ട് കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ, അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. നമ്മുടെ ഗോവിന്ദ മാസ്റ്ററുടെ ഡയലോഗ് അങ്ങനെയാണ്, താത്വികമായിട്ട് സംസാരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആ സമയത്ത് താത്വികമായിട്ട് 2 വാക്ക് പറയണം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കും എന്ന് അങ്ങ് അടിച്ചു വിട്ടേക്കണം. പത്മകുമാറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ ഇട്ടേക്കുന്നുണ്ടല്ലോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ജുഹ വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവരോട് പറയണം, ഇടതുപക്ഷം, അതായത് ഈ LDF സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശവുമില്ല. രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ ശത്രുവേ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് അതിജീവിതകളാണ്. ആ അതിജീവിതകൾ പരാതി തന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ കേസ് കൃത്യമായി അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം, ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പോകുമ്പോൾ അത് അവിടെ നിന്ന് മുകേഷിലേക്കും പി ശശിയിലേക്കും അതുപോലെ മറ്റുള്ളവരിലേക്കും ഒന്നും പോകാതെ, സംസാരം വഴി മാറിപ്പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ചാടി പോകാനുള്ള രീതിയിൽ സംസാരിക്കണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലാസ്, ഗോവിന്ദ മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് വെച്ചു തരും. പിന്നെ നേരിടേണ്ട ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ ഹിന്ദു വീടുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ കയറുന്ന മുസ്ലിം വീടുകളിലുള്ള ഉശിരുള്ളവരായിരിക്കും വെള്ളാപ്പള്ളിയെ കുറിച്ച് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു ക്യാപ്സ്യൂൾ റെഡിയുണ്ട്. ഈമാനുള്ളൊരു സഖാവ്, ഈമാനുള്ളൊരു വാചകം മുന്നിക്കെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഓതി കൊടുത്തേക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേക്കണം. ഇത് കാണുന്നതോടുകൂടി അവർ ഫ്ലാറ്റ് ആവും. ചുരുക്കം പറഞ്ഞാൽ ആ 2, 3, 4, 5 നിങ്ങൾ സൗകര്യമുള്ള മിനിറ്റുകൾ ഓരോ പ്രാദേശികമായിട്ടുള്ള ഓരോ വീടുകളിൽ നിങ്ങൾ കയറി അവരോട് സംസാരിച്ച് ഇറങ്ങി പോരുമ്പോഴേക്കും ഈ കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങളെല്ലാം മറന്ന്, കാരണം അത് ഓർത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടൂല. അതുകൊണ്ട് അതെല്ലാം മറന്നിട്ട് ഇനി വരാൻ പോകുന്ന 5 വർഷത്തെ കിനാ കണ്ടുകൊണ്ട് നമ്മുടെ ചിഹ്നത്തിലേക്ക്, മറക്കരുത്, ആ ചിഹ്നത്തിലേക്ക് കുത്തി നമ്മളെ വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അവിടെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞതും അവിടെ പറഞ്ഞതും തമ്മിൽ മാറിപ്പോകരുത്. കാരണം ഇവിടെയും അവിടെയും പറഞ്ഞത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം ഇവർ തമ്മിൽ ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും. അപ്പൊ ഇവിടെ പറഞ്ഞതല്ല അവിടെ പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞതല്ല ഇവിടെ പറഞ്ഞെന്നുണ്ടെങ്കിൽ സംഗതി പണി പാളും. ഒരു പരിശീലനമൊക്കെ നടത്തി, ഒരു കൂടിയാലോചനയൊക്കെ നടത്തിയിട്ട് വേണം പോകാൻ. അതായത് ക്യാപ്സ്യൂളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ തയ്യാറാക്കി പോകണം. എന്നാലേ ആവശ്യത്തിന് അവസരത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂ. Different angles. Don't forget to subscribe and support this channel.